മലയാളത്തിൻ്റെ വിശ്രുതനായ കവി കെ സച്ചിദാനന്ദൻ്റെ മൂന്നാം നാൾ എന്നൊരു കവിതയിലെ ശ്രദ്ധേയമായ വരികൾ ഇപ്രകാരമാണ്: എവിടെ ഈ യാത്ര തൻ അന്ത്യം, മറുപുറം മറ്റൊരു നിലാവോ. ഈ മറുപുറത്തുള്ള മറ്റൊരു നിലാവ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഉദിച്ചുയർന്നു നിൽക്കുന്ന പൂർണ്ണ ചന്ദ്രബിംബമാണ്. മൂന്നാം നാൾ ഉദിച്ചു വരുന്ന ആ പൂർണ്ണ ചന്ദ്രബിംബം യഥാർത്ഥത്തിൽ ക്രിസ്തുവാണ്. അരിമത്യായിലെ ആ കടമെടുത്ത കബറിടത്തിൽ തീരുന്നതല്ല ക്രിസ്തുവിൻ്റെ ജീവിതം. അരുൾ ചെയ്തതുപോലെ മൂന്നാം നാൾ അവിടുന്ന് ഉദ്ധിതനാകുന്നു. ആ കബറിടത്തിങ്കൽ പ്രഭാതത്തിൽ നേരം പുലരുന്നതിനു മുൻപ് വന്നത് മഗ്ദലേനായിലെ മറിയമാണ്. ആ കബറിടത്തിങ്കൽ വന്നൊന്ന് കരഞ്ഞു തീർക്കുക, അങ്ങനെ തൻ്റെ സങ്കടങ്ങളും ആ സഹനങ്ങളും എല്ലാം ഒന്ന് തീർക്കാനാകുക, അതായിരുന്നു അവളുടെ ഉദ്ദേശ ലക്ഷ്യം. പക്ഷേ അവൾക്ക് ആ പ്രഭാതത്തിൽ ഉദ്ധിതനായ ക്രിസ്തു പ്രത്യക്ഷനാകുന്നു. യേശുവിൻ്റെ ആദ്യത്തെ ചോദ്യം, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ആദ്യത്തെ അന്വേഷണം ഇതാണ്: സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? നമ്മുടെ സങ്കടങ്ങളിലും സഹനങ്ങളിലും അവിടുന്ന് ഇന്നും കടന്നു വരുന്നു. ഉദ്ധിതനായ ക്രിസ്തു കാലങ്ങൾക്കും സമയങ്ങൾക്കും എല്ലാം അതീതമായി നമുക്കിന്നും അനുഭവേദ്യമാകുന്നു. സഹനങ്ങളുടെ നൊമ്പരങ്ങളുടെ നേരത്ത് ആശ്വാസകനായി കൂടെയുണ്ട്. ഉദ്ധിതനായ ക്രിസ്തു പിന്നീട് പ്രത്യക്ഷപ്പെടുക ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 24-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ എമ്മാവുസിലേക്ക് യാത്ര ചെയ്ത ആ ഭൃത്യന്മാരോടൊപ്പമാണ്. അവർ ഏകാന്തതയിലാണ്. ഉദയത്തിൻ്റെ നാട്ടിൽ നിന്ന് അസ്തമയത്തിൻ്റെ ദിശയിലേക്കാണ് അവർ യാത്രയാകുന്നത്. ആകെ സങ്കടം, നിരാശ. അവരോടൊപ്പം സഹയാത്രികനായി ഉദ്ധിതനായ ക്രിസ്തു പങ്കുചേരുന്നു. ആ യാത്രയിൽ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. ക്രിസ്തു ഇന്നും ഏകാന്തതയിൽ നിരാശയിൽ കഴിയുന്ന നമ്മോടൊപ്പം ഉണ്ട്. വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ കൂടുതൽ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് അവിടുത്തെ അപ്പം മുറിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കുന്നു, കൂട്ടായ്മയിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. അങ്ങനെ നമ്മുടെ ജീവിതയാത്രയിൽ പ്രത്യേകിച്ച് നൊമ്പരത്തിൻ്റെ, നിരാശയുടെ, അസ്വസ്ഥതയുടെ അവസരങ്ങളിൽ അവിടുന്ന് സഹയാത്രികനായി കൂടെയുണ്ട് ഉദ്ധിതനായ ക്രിസ്തു. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ തൻ്റെ അരുമ ശിഷ്യന്മാർ പത്രോസിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ആ പഴയ ജോലിയിലേക്ക് പോകുന്നു. തീരത്തു നിന്ന് തിരകളെ മുറിച്ച് പണ്ടെങ്ങോ ഉപേക്ഷിച്ച് കളഞ്ഞ ആ വഞ്ചിയും വലയും എടുത്ത് ആഴക്കടലിൽ മത്സ്യം പിടിക്കാൻ. ആ രാത്രിയിൽ എന്നാൽ അവർക്കൊന്നും കിട്ടിയില്ല. പക്ഷെ ക്രിസ്തുവിൻ്റെ വചനം ശ്രവിച്ച് അവർ വലയെറിഞ്ഞപ്പോൾ 153 വലിയ മത്സ്യങ്ങൾ. സമൃദ്ധി. അതാണ് ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെയും ജീവിതത്തിൽ അനുഭവവേദ്യമാകുക. നമ്മുടെ പ്രയത്നങ്ങൾ, നമ്മുടെ അധ്വാനം വിഫലമാകുമ്പോൾ ഉദ്ധിതനായ ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്, ആശ്വാസകനായി, സമൃദ്ധിയുടെ സാന്നിധ്യമായി. ഉദ്ധിതനായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലും കടന്നു വരട്ടെ, ആശ്വാസകനായി, നമ്മുടെ ഏകാന്തതയിൽ നമുക്ക് സഹചാരിയായി, നമ്മുടെ അധ്വാനങ്ങളിൽ വലിയ പ്രതീക്ഷയുടെ സമൃദ്ധിയായി, മനം നിറയെ, വല നിറയെ അനുഗ്രഹവുമായി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഉത്ഥാനത്തിൻ്റെ എല്ലാ കൃപയും വരദാനങ്ങളും സ്നേഹമോടെ നേരുന്നു. ഹാപ്പി ഈസ്റ്റർ.